കാർഗിൽ മുതൽ ലേ വരെ നീളുന്ന ഈ വഴികൾ, ഇതിലൂടെ പോകുന്ന യാത്ര വെറുമൊരു യാത്ര മാത്രമല്ല, അതൊരു പ്രാർത്ഥനയാണ്. യാത്ര തുടരുമ്പോൾ ഓരോ വളവും നമ്മളോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നതെന്ന്. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഇത് ഞങ്ങളുടെ സ്വപ്നമാണ്. കേരളത്തിൽ നിന്നും ലഡാക്കിലേക്ക് ഒരു കുന്നോളം സ്വപ്നങ്ങളുമായി വന്ന നമുക്ക് ഇന്ന് സ്വപ്ന സാഫല്യത്തിന്റെ ദിവസമായിരുന്നു. എന്നാൽ യാദൃശ്ചികമായി കടന്നുവരുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. യോ ഗായ്സ്, അപ്പോൾ നമ്മൾ കാർഗിലിൽ നിന്ന് ലേഖർ ഇറങ്ങി. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇർഫാന് കുറച്ച് വയറിന് പ്രോബ്ലം കിട്ടി. സോ ഇച്ചിരി ലേറ്റായി. ഇന്നിപ്പോൾ 12:30 കഴിഞ്ഞു. 12:40 ഇറങ്ങാൻ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഒരു 220 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. നല്ല റോഡാണെന്നാണ് കേട്ടത്. മീൻസ് ഓഫ് റോഡൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ അത്ര തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വൈകിട്ട് മുന്നേ എത്താൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങി. പിള്ളേരൊക്കെ നല്ല സെറ്റായി. അവൻ മാത്രമാണ് ഇച്ചിരി പ്രശ്നം. എന്നാലും അവൻ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർഗിലിൽ നിന്ന് നേരെ ഇനിയില്ലേ ലഡാക്കിലോട്ട് കേട്ടോ. കാർഗിലിൽ നിന്ന് ലഡാക്കിലോട്ടാണ് പോകുന്നത്. ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഇല്ല. ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ കയറാൻ പറ്റിയ അവിടെയാണ്. കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയും ചെയിനോ വണ്ടിയോ നടന്നോ എങ്ങനെയെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. ലേലേക്ക് കയറ്റി വിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ അതേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അപ്ഡേറ്റ് കിട്ടിയതും കുഴപ്പമൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ സമയം 12:40 ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തണുപ്പുള്ളിലേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ തെർമൽസ് 2 എണ്ണമാണ് ഇട്ടേക്കുന്നത്. 2 ലെയറാണ് ഇട്ടേക്കുന്നത്. എന്നിട്ടും നല്ല തണുപ്പ് അടിക്കുന്നുണ്ട്. എല്ലാവരും ആ ഒരു വൈബിൽ നിൽക്കുന്നുണ്ട്. അവൻ പിന്നെ കുറച്ച് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കഴിച്ച ഫുഡ് സെറ്റായില്ലെന്ന് തോന്നുന്നു. നമുക്കൊന്നും സെറ്റൊന്നും ആയിട്ടില്ല. കഴിച്ച 3 പേർക്ക് ഇച്ചിരി പണി കിട്ടിയിട്ട്, ഇൻക്ലൂഡിങ് മീ. പക്ഷെ എനിക്ക് അത്ര വന്നില്ല. ഞാൻ അത്ര ഫുഡ് കഴിച്ചില്ല. ചില്ലി ചിക്കനാണെന്ന് തോന്നുന്നു പണി തന്നത്. അപ്പോൾ ഇവിടുത്തെ ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അത് സെറ്റായില്ല. ഇവിടുത്തെ മലകളും പുഴയും കാറ്റും മരങ്ങളും എല്ലാം നമ്മളോട് സംസാരിക്കും. ഇവയൊക്കെ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നന്നായി കാതോർത്ത് കേൾക്കുക. ഒരു യാത്രയെ സ്വപ്നങ്ങളാക്കുന്നതും ഓർമ്മകളാക്കുന്നതും അവയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ വില്ലേജ് നോക്കിയല്ലേ, നല്ല രസമുണ്ട്. എന്താ അത്, സൂപ്പറായിട്ടുണ്ട്. ഈ വ്യൂ നോക്കിയേ. ഇവിടെയും വില്ലേജ് ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഗ്രൗണ്ട് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, നമുക്ക് ഒരു വീഡിയോ ഫുട്ടേജ് പോലും ഡിലീറ്റ് ചെയ്യാൻ ഫീൽ ആവണില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഒരു വില്ലേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ, അതായത് ഒരു യൂറോപ്യൻ കൺട്രീസിലെ അതേ ഒരു ഫീലല്ലേ വരുന്നത്. മഞ്ഞ് മലകൾ, അതിൻ്റെ താഴെ ഇത് വീടുകൾ നോക്കുക. ആ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെയാണ് കെട്ടിയിരിക്കുന്നത് തോന്നുന്നു. ഒരേപോലത്തെ ബിൽഡിങ്സ്, ഒരേപോലത്തെ ഇത് നോക്കുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ എത്ര ഡേഞ്ചറാണെന്ന്. എവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്ന ഏരിയകളാണ്. എന്നിട്ട് ആ വീട് കണ്ടോ, പകുതി, അതായത് മലേനെ, ഇങ്ങനെയുള്ള മലേനെ ഇങ്ങനെ തുരന്നിട്ട് ഒരു സ്ക്വയർ ടൈപ്പ് ആക്കിയിട്ട് അവിടെ ഒന്ന് വീട് വയ്ക്കും. ഓക്കെ, മേ ബി അതിപ്പോൾ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യാതെ അത് കെട്ടൂലല്ലോ അല്ലേ. ഓക്കെ, മേ ബി അതായിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേപോലെ സ്ക്വയർ ആക്കിയിട്ട് വീട് വെച്ചിരുന്നു. മണ്ണ് ആക്ച്വലി ഇത് മലയല്ലെന്ന് തോന്നുന്നു, ഫുള്ള് മണ്ണാണെന്ന് തോന്നുന്നു. ഉരുളം പാറക്കല്ല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മണ്ണാണ് അല്ലേ സത്യത്തിൽ. മണ്ണ് തൂന്ന് നിൽക്കുന്ന മല. ഓക്കെ, സെറ്റ്. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ലേലിക്കിന് 222 കിലോമീറ്റർ. അവിടെ അതാ ബോർഡ് കാണുന്നുണ്ട്. ലേലിക്കിന് 222 കിലോമീറ്റർ അല്ലേ.
അയ്യോ ഒരു നായല്ലേ ഓടി വന്നത്, കടിക്കാനാണോ അവിടെ? അങ്ങേച്ചില്ലേ എനിക്ക് 222. ഓക്കെ, പിന്നെ 222 കിലോമീറ്ററാണ് നമ്മളിപ്പോൾ ഇന്ന് സഞ്ചരിക്കാൻ പോകുന്നത്. റൈഡിങ് കംഫർട്ടാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഈ വെയിലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ തണുപ്പാണ്. അതുകൊണ്ട് റൈഡിങ്ങിനൊരു വലിയ മറ്റേ സ്ട്രഗിളിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് തണുപ്പ് വെരി വീസ്റ്റൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ട് പോകാൻ തീരുമാനിച്ചില്ലേ? യോ ഗായ്സ്, ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ചു കേട്ടോ. പക്ഷെ ഒരു ചെറിയ പണിയുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമുക്ക് ഓക്സിജൻ സിലിണ്ടറും നമ്മൾ മേടിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ടാബ്ലറ്റും തീരാറായി. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ മെഡിക്കൽ സ്റ്റോറൊന്നും ഇല്ല. തിരിച്ച് കാർഗിലിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. കാർഗിലിൽ കുറച്ച് ദൂരം നമ്മൾ വന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടുത്ത് എവിടെയെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോർ കാണുമോന്നോ ഫാർമസി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി പോവുക. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഓക്കെ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കാർഗിൽ. ഓക്കെ, ഹോസ്പിറ്റലിൽ കയറി നോക്കാം. ജസ്റ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി നോക്കട്ടെ കേട്ടോ. അയ്യോ എന്താ പറയാ, ഡിഫൻസ് ലാൻഡ്. ഓ, ടാബ്ലറ്റ് വാങ്ങാൻ വന്നോണ്ടേ നല്ല വ്യൂ ഉണ്ട്. भाई इधर कोई फार्मेसी है? फार्मेसी कौन सा? कैसे जाना है उधर? कोई आर्मी नहीं है होगा ना? आर्मी का नहीं है ना? रेस्ट्रिक्शन है क्या? नहीं, हमको टैबलेट चाहिए। अच्छा, सीधा जाऊँ या राइट लेफ्ट? हाँ, अच्छा अच्छा, ओके, थैंक यू जी. ടൈം ഓഫ് ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. भाई टाइम ऑप्शन लेगा? एक स्टिप ले लो. ഡാ ഒരു സ്റ്റിപ്പ് എടുക്കാം അല്ലേ? 3 ദിവസത്തിന് 3 3 6 3 9 പോയി. 4 ദിവസം വേണ്ട, എന്തെങ്കിലും ചാൻസ് എടുക്കണം. 6 ദിവസത്തേക്ക് എടുക്കാം അല്ലേ? 6 ദിവസത്തേക്ക് എത്ര വരും? 18 കൂടി അല്ലേ? भैया 20 देना, 20. हाँ, എൻ്റെ ഫോണ് हाँ, आपके पास वो भी है ऑक्सीजन सिलेंडर? हाँ भाई 3 चाहिए. हाँ जी. हाँ, ये कैसे, मतलब वो मास्क नहीं है क्या इसमें? लेना तो है, लेकिन कैसे यूज करना है बताओ. अच्छा अच्छा, एड़ा അങ്ങനെ അങ്ങനെ തിരിച്ചു കുത്തി വെച്ചിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, समझ गया. और प्रेस करना है. ഓക്കെ ശരി. യോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഓക്സിജൻ കിട്ടി, എല്ലാം കിട്ടി. കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ നിങ്ങൾ താഴെ തന്നെ ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളും മേടിച്ചിട്ട് വരിക. നമുക്കുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ പറഞ്ഞാണ് നമുക്ക് അവിടെ തന്നെ മേടിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ മുകളിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ വരെ എത്തി. ഇനി മേളിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മേളിലോട്ട് പോകും. അതുകൊണ്ടാണ് ഇനിയിപ്പം വില നോക്കിയിട്ട് കാര്യമില്ല. 450 ഉള്ളത് ഇവിടെ 900 രൂപയാണ്, അതായത് ഡബിളായി, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ താഴെ തന്നെ ടാബ്ലറ്റ് അത്ര റേറ്റ് ഇല്ല, ഓക്സിജൻ സിലിണ്ടറൊക്കെ കരുതുക കേട്ടോ. ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ മേലേക്ക് കാലെടുത്ത് വെക്കരുത്. നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡാണ്, എന്തായാലും സഫോക്കേഷൻ ഉണ്ടാവും. ഉണ്ടായാലും ഇല്ലേലും
നിങ്ങളത് മേടിച്ച് വെക്കുക കേട്ടോ. കാർഗിൽ വരെ നമുക്ക് പ്രശ്നമില്ല, ടാബ്ലറ്റിൽ പോവും. പക്ഷേ ഇതിൽ പോവില്ല. മറ്റേ ലേല് കയറി മുകളിലോട്ട് പോകുന്നതോറും നമുക്ക് പിന്നെ ഓക്സിജന്റെ കമ്മി ഭയങ്കരമാവും. അത് നമുക്ക് നന്നായി എഫക്ട് ചെയ്യും. സോ നിങ്ങൾ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ലേയിലേക്ക് കാലെടുത്ത് വെക്കരുത്. ഞങ്ങൾ ചെയ്ത അബദ്ധം ചെയ്യരുത്. നമ്മൾ ചെയ്ത അബദ്ധമൊന്നുമല്ല, നമുക്ക് അറിയാനും ഇതിനെന്താ പറയാ. അതന്നെ. അപ്പോൾ മേലേന്ന് വാങ്ങാൻ പറഞ്ഞ് ലാസ്റ്റ് കാർഗിൽ വരെ എത്തി. അപ്പോൾ ഇനി മേലേന്ന് വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഡയറക്റ്റ് ഇനി മേലെ പോവാന്നുള്ളൂ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ കാശ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഓക്സിജൻ സിലിണ്ടറും കിട്ടി, ടാബ്ലറ്റും കിട്ടി. ഇനി നേരെ ലേക്ക് പിടിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അടുത്ത പണി നമ്മുടെ ഹുഹൂബിൻ്റെ അറിയില്ല, ടയറാണെന്ന് പറയുന്നു തോന്നുന്നു. ഇവൻ്റെ വണ്ടിൻ്റെ ഓയിൽ കത്തിക്കൊണ്ടിരുന്നു. നോക്കുമ്പോൾ അഴിച്ചു നോക്കുമ്പോൾ ഒരു ഓയിലും ഇല്ല. ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്തു. എന്താണെന്നറിയില്ല, പണീൻ്റെ മേലെ പണിയാണ്. ആ ഓയിൽ ഒഴിച്ചത് 2050 അതാണ് ഒഴിച്ചത്. 1030 അല്ലേ? 1030. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വർക്കപ്പോൾ ഒന്ന് വന്നേ, ഓയിൽ ഇട്ടാൻ വലിയ പാട്. ഇതെന്തായി? അടുത്ത അവൻ്റെ പണി എയർ നിൽക്കുന്നില്ലേ? അല്ല സൂചി പഞ്ചർ ഇല്ലല്ലോ, അത് നോർമൽ കുറവാടാ. കുറച്ച് കുറവാണ്. എന്താ നിന്റെ എയർ ഇങ്ങനെ കുറയണ്? സൂചി കയറി ഉണ്ടാവും, ഇനി ചെറിയ മുള്ളെന്തെങ്കിലും ഉണ്ടാവും. പോയോക്കാ ഇനി അടുത്ത. അല്ലെങ്കിൽ നീ പമ്പി കയറി എയർ അടിച്ചോ? പമ്പി കയറണ്ട, മറ്റേ അടിക്കണവന്മാരുടെ അടുത്ത് പോവാ, എന്നിട്ട് നോക്കാം. ഓക്കെ അല്ലേ? ശരി, ഓക്കെ. നമ്മൾ ഒരുവിധം പണികളിനെയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. നമുക്കിനി യാത്ര തുടരാം. ലെറ്റ്സ് ഗോ ഗൈസ്. പോവല്ലേ? സെറ്റല്ലേ? നമ്മുടെ ഒരു ബ്രോ ചോദിച്ചിരുന്നു എന്തിനാണ് ഫോണ് ഡിസ്പ്ലേ ഉണ്ടായിട്ടും ഫോൺ എന്തിനാണ് മൗണ്ട് ചെയ്യണേന്ന് ചോദിച്ചു. വേറെ ഒന്നുമല്ല ബ്രോ, ഈ സാധനത്തിന് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് ചാർജ് ഡ്രെയിൻ ആവും. സോ ഇതാണ് ഉപകാരം, വേറെ ഒന്നുമില്ല. പവർ ബാങ്ക് ഉണ്ട്, എന്നാലും നമുക്ക് ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ പണികളിനെയൊക്കെ ഒരുവിധം തീർത്തിട്ടുണ്ട്. പണിയൊക്കെ ഒരുവിധം നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ലേ. എന്തായി? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. നിനക്ക് വോബ്ലിങ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? പോവാ, നമുക്ക് നോക്കാം. കേറ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ലേയിലോട്ട്. പണി മേലെ പണി, എല്ലാവർക്കും പണി കിട്ടിയ. അവൻ്റെ ഇഞ്ചനിൽ ഓയിൽ എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു കേട്ടോ. പോട്ടെ, സാരല്ല. ഇപ്പൊ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ലേ, വി ആർ കമ്മിങ്. ഓരോ റൈഡിങ്ങിനെയും അവിസ്മരണീയമാക്കുന്നത് യാദൃശികമായി കടന്നു വരുന്ന ഓരോ സന്ദർഭങ്ങളാണ്. ഇവയെല്ലാം നമ്മൾ കടന്നു പോവേണ്ടിയിരിക്കുന്നു. നീ അവനെ കോള് വിളിച്ചിട്ടേ, അവനെ കോള് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംസാരിച്ച് കയറ്. അവനെ കോള് വിളിച്ചിട്ടേ എന്തെങ്കിലും സംസാരിച്ച് കയറ്. അവന്റെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം പോയി വണ്ടി ഇപ്പോ. ഈ ടേണിങ്ങില്
നമ്മുടെ ചെക്കൻ ഇച്ചിരി വയറിളക്കവും ക്ഷീണമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവന് കുഴപ്പമില്ല എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ എന്തോ എനിക്ക് പന്തിയില്ല. അവൻ്റെ ഇപ്പം ഇവിടെ നിന്നിട്ട് ക്ഷീണമാവണമെന്നാണ് പറഞ്ഞത്. ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു, ഫുഡും കഴിച്ചിട്ടില്ല. ഇവന്മാരാണെങ്കിൽ എണീറ്റ് അങ്ങ് ഓടുകയാണ്. എന്തിനാണോ എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല. ഓ ഇതെന്താണത്? ഇത് ഏത് മലയാണല്ലോ ഇത്? ഇവിടുത്തെ മൗണ്ടൈൻ നോക്കിയല്ലേ? അതുകൊണ്ട് ആ ടോപ്പിലൊക്കെ മഞ്ഞിറങ്ങി. ഇനിയിപ്പോൾ അതെങ്ങനെ ഇറങ്ങി ഈ കാണുന്ന ബ്രൗൺ എല്ലാം ഇനി വെള്ളയാവും. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് കംപ്ലീറ്റ് അടയ്ക്കും. അപ്പോൾ നമുക്ക് വരാൻ പറ്റില്ല. ഓക്കെ, ഇനി ലേയിലേക്ക് 186 കിലോമീറ്റർ. 186 കിലോമീറ്റർ. ഓക്കെ, സംഭവം മലയും കുന്നും ഇടയിലുള്ള റോഡുമാണ്. പക്ഷെ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അതായത് നേക്കഡ് ഐ കൊണ്ട് കാണുമ്പോഴില്ലേ പറയാനുള്ളൊരു എന്താ പറയാ, പറയാനുള്ള വാക്കുകളില്ല. ഓ ഇവിടെ റോഡ് സൂപ്പറാ കേട്ടോ. പിന്നെ കർവ്, എൻ്റെ പൊന്നുമക്കളെ ഒരു ചാൻസും ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും കർവ് എത്ര ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ അടുത്ത് വരും അതും വിചാരിച്ച് നമ്മൾ സ്പീഡിൽ പോയാൽ 2 പ്രാവശ്യം കയ്യിൽ പോയിട്ടോ. കയ്യിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കർവ് അല്ല. പിന്നെ ബ്രേക്ക് ചെയ്ത് നമ്മൾ നോർമൽ സ്പീഡിൽ കയറി പോയിട്ട് മറ്റേ കർവ് ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ പോകുമ്പോൾ നോർമൽ കർവല്ല. ലൈക്ക് നമ്മൾ ദൂരം ഇപ്പോൾ ഒരു 2 മലകളുടെ ഇടയിൽ ഒരു നല്ല നീണ്ടു കിടക്കുന്ന റോഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കർവ് ഇങ്ങനെയുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും കുറച്ച് ബാക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കർവ് ഇതെങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നോർമൽ കർവ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡ് പോയിട്ട് അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും കർവ് ഇങ്ങനെയായിരിക്കും. അയ്യോ, അങ്ങനെ 2 പ്രാവശ്യം അബദ്ധം പറ്റി. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ കർവിലും മെല്ലെ പതുക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ഓ ഇതിലൂടെ ഡ്രൈവ് ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ. വല്ലാത്തൊരു ഫീലാണ്. വല്ലാത്തൊരു ഫീൽ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീല്. എന്താ സംഭവം? ഹെൽത്ത് കെയർ. ഓക്കെ, ഹെൽത്ത് നിക്കണില്ലേ അവന്മാര്? ഓക്കെ, ഹെൽത്ത് കെയർ ഉണ്ട്. ചെക്കനെ ഒന്ന് കാണിക്കാം അല്ലേ, അതായിരിക്കും ബെറ്റർ. ഓക്കെ, അവിടെ പോയിട്ട് നോക്കാം. നമ്മളിപ്പോ ഇവിടെ തന്നെ അതന്നെ പറഞ്ഞേ. അപ്പൊ നമുക്ക് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ ലേയിലേക്ക് പോകുന്നില്ല കേട്ടോ. അവന് തീരെ വയ്യ. സോ അവന് വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ ഇവിടെ നിയർ ബൈ ഒരു റൂം നോക്കിയിട്ട് നമ്മളിവിടെ തന്നെ സ്റ്റേ അടിക്കാനുള്ള പരിപാടിയാണ്. സാറില്ല, നമുക്കിപ്പോൾ കൂടെ വന്നവന് വയ്യാന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. ഇനിയിപ്പോൾ അവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക തന്നെ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അടുത്ത് തന്നെ ഒരു 1 കിലോമീറ്റർ ദൂരത്ത് ഒരു ഹോട്ടലുണ്ട്. സോ ഹോട്ടലിൽ കയറി റെസ്റ്റ് എടുക്കാൻ നമുക്ക് തീരുമാനമായി കേട്ടോ. അപ്പം ഇനി നാളെ നമ്മൾ ലേയിലേക്ക് പോകുന്നുള്ളൂ. നേരെ ഹോട്ടലിലേക്ക് പോവാം. ഇവിടെ ഏതെങ്കിലും അഡ്വഞ്ചർ ട്രിപ്പ് മീൻസ് അഡ്വഞ്ചർ റൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല മല കയറാനോ ഇതൊന്നും ഇല്ലാതെ കേട്ടോ, ലഗേജ് ഒന്നും ഇല്ലാതെ പറ്റുമെന്ന് നോക്കാം. എടാ ഇവിടെ അങ്ങനെ 5 വണ്ടി നിൽക്കുക. ഞാനിത് നിർത്താ, ഞാൻ ബാഗ് അയക്കില്ല, ഞാൻ വിളിക്കുന്ന
ആ അഡ്വഞ്ചർ പോണ്ടേ? റിസ്ക്കാണ്. അരെ ഇതാരാണ്? എന്താണ്? വാ വാ, ഞാൻ പോട്ടെ ഇവിടെ. എടോ ഇവനാള് ഭയങ്കര കൂട്ടാണല്ലോ. ये कौन सा ब्रीड है भाई? कौन सा ब्रीड है? लोकल? अरे यार बहुत अच्छा है. आजा आजा. अरे इधर आना. आना. अरे इधर आओ इधर आओ. എന്താ സംഭവം? എന്താ ഹാപ്പി? ഓ പോയി. ഇതാണ് റൂം. എക്സ്ട്രാ ബെഡൊക്കെ ഇട്ടിരുന്നുണ്ടല്ലേ. നമ്മുടെ സ്വപ്നയാത്ര ഇനിയും പൂർത്തീകരിക്കാൻ ഒരു ദിവസം കൂടെ ഇവിടെ താമസിക്കേണ്ടിയിരിക്കുന്നു. ലഡാക്ക് ട്രിപ്പിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ മൂമെൻ്റ് ആണ് ഇതെല്ലാം. യാദൃശ്ചികമായി തരുന്ന പണികളും യാദൃശ്ചികമായി വരുന്ന ഈ ഒരു അവസ്ഥകളും ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ അടുത്തൊരു മൊനാസ്ട്രി ഉണ്ടെന്നും അതൊരു മലമുകളിലാണെന്നും ഞാൻ അറിഞ്ഞു. നമ്മുടെ ഹുഹൂബി കണ്ടുപിടിച്ച ലൊക്കേഷനാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾ അതുവരെ ഒന്ന് കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആ മലമുകളിലെ മൊനാസ്ട്രി കാണാം. അതുവരേക്കും ബൈ ബൈ.